ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചൊരു മീൻ കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മീൻ 1/2 കിലോഗ്രാം, തേങ്ങയുടെ 1/4 പാൽ 1/2 കപ്പ്, 2/2 പാൽ 2 കപ്പ്, 6-7 ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തതാണ്. രണ്ടും കൂടെ 1/2 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 2 പീസ് കുടംപുളി വെള്ളത്തിൽ കുതിർത്തത്, ചുവന്നുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. ആദ്യം നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോഴെല്ലാം ചതച്ചെടുത്തു കഴിഞ്ഞു. ഇനി ഇത് കറി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി തേങ്ങയുടെ 2/2 പാൽ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇവയെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരാനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ മീനും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീനെല്ലാം കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്താൽ പിന്നെ അധികം സ്പൂൺ ഇട്ട് ഇളക്കരുത്. കൈകൊണ്ട് ചട്ടി ഇടയ്ക്കിടെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ മീനെല്ലാം വെന്ത് കറി ആവശ്യത്തിന് കുറുകി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർക്കാം. 1/4 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി അധികം തിളപ്പിക്കരുത്. ഒന്ന് ചൂടാക്കിയാൽ മതി. മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അല്പസമയത്തിനു ശേഷം തുറന്ന് സെർവ് ചെയ്യാം.